ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഫോസ് അരോമ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി സവാള നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇനി ഞാനിവിടെ മീഡിയം സൈസ് 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇത് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യേണ്ട, ലോ ഫ്ലെയിമിലാക്കി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഈ മസാല ഉരുളക്കിഴങ്ങിൽ പിടിച്ച് വരുന്നത് വരെ തവി വെച്ച് നന്നായിട്ട് ഇതേപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ എല്ലാവരുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇതേപോലെയുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മസാലയിലേക്ക് കട്ട് ചെയ്ത മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. ഇനി 2 ബ്രെഡ് സ്ലൈസ് എടുത്ത് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി, പെട്ടെന്ന് തന്നെ തീരും. ഇനി ഇതിലേക്ക് ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിൽ ഇതേപോലെ വെക്കുക. ഞാൻ 2 ടീസ്പൂൺ നിറച്ച് മസാല എടുത്ത് ഇതേപോലെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ മുസറല്ല ചീസ് വെച്ച് കൊടുക്കാം കുറച്ച്. ഇത് വെച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. മുസറല്ല ചീസും കൂടി ഇതിൻ്റെ കൂടെ ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് സ്ലൈസും കൂടി വെച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ മുഴുവനായിട്ടും ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ
ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഓരോന്നായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. മറിച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു സൈഡ് ബ്രൗൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സൈഡും ഇതേപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചൂടോടെ വൈകുന്നേരം 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. ഞാനിതിപ്പോൾ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ച മൊസറല്ല ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കിടക്കുന്നതാണ്. നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.